ഹായ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ലാബ് ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇത് +1 ലാബിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ലാബാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂണിറ്റ് സർക്കിൾ നമ്മൾ വരയ്ക്കും. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ഉള്ള സർക്കിളിനെയാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയാം. അപ്പോൾ സെൻറ്റർ 0 0യും റേഡിയസ് 1 ഉള്ള ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ട് പല ആംഗിൾസിൻ്റെയും ട്രിഗണോമെട്രിക് റേഷ്യൂസ് ഫൈൻഡ് ചെയ്യും. അതാണ് നമുക്ക് ഈ ഒരു ലാബിൽ ചെയ്യാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻഡ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഞാനിവിടെ നമ്മുടെ ആക്ടിവിറ്റി 1 വരുന്നുണ്ട്. ആക്ടിവിറ്റി 1ൽ വരുന്ന കാര്യം അതിൻ്റെ മുമ്പ് ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇതൊരു യൂണിറ്റ് സർക്കിളാണ്, കാരണം ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് 1 ആണ്. സെൻറ്റർ 0 0യും എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ 0 0യും റേഡിയസ് 1ഉമായിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ യൂണിറ്റ് സർക്കിൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു, ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഇവിടെ കൊടുത്ത ആംഗിൾ ആൽഫയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാണ്. ഇത് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണെങ്കിൽ എന്താ തീറ്റ? നിങ്ങൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈനും ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ എക്സ് ആക്സിസും. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ എന്താ തീറ്റ? തീറ്റ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് സർക്കിളിലെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, യൂണിറ്റ് സർക്കിളിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയും അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ് സൈൻ തീറ്റയുമാണ്. ഈ കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലാക്കി വെക്കണേ. യൂണിറ്റ് സർക്കിളിൽ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് സൈൻ തീറ്റ ആയിരിക്കും. എക്സ് കോസ് തീറ്റ, വൈ സൈൻ തീറ്റ. ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് സൈൻ തീറ്റ. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഇവിടെ കാണുന്ന രീതിയിൽ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യണം. ആൻഡ് ആക്ടിവിറ്റി ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ചെയ്തു തരാം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി തന്നെയാണ് നമ്മൾ ചെയ്യുക, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇത് നമ്മളൊരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കാണുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട്. സോ ഞാൻ എക്സാമിന് ചോദിച്ച രീതിയിൽ ഇത് ചെയ്തു തരാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കിക്കോ. ഫോളോ ദ ഡയറക്ഷൻ ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഈ ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ജിയോജിബ്ര നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നമ്മൾ സാധാരണ രീതിയിൽ ആംഗിൾ എടുക്കുമ്പോൾ ഡിഗ്രിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അഡ്വാൻസ്ഡിൽ ആംഗിൾ അവിടെ യൂണിറ്റ് ഉള്ളത് ഡിഗ്രിയിലാണെങ്കിൽ അത് നിങ്ങൾ പോയി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ചിലപ്പോൾ അധികം നിങ്ങൾക്ക് റേഡിയനിൽ തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നിങ്ങൾ എന്തായാലും അത് ഇവിടെ ഡിഗ്രിയിലാണുള്ളത്, അപ്പോൾ നിങ്ങളത് റേഡിയനിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആംഗിൾസ് ഒക്കെ യൂണിറ്റ് റേഡിയനിലായിരിക്കും. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് റേഡിയനിൽ തന്നെ ആയിരിക്കും, എന്നാലും നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാം. ഫോളോ ദ ഡയറക്ഷൻ ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. Plot the point O equal to 0 0. Draw the unit circle centered at origin O. അപ്പോൾ നമ്മൾ ആദ്യം ആ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ്. O എന്ന് പറയുന്ന ഒരു പോയിന്റ് വേണം നമുക്ക്. O is equal to origin. ഒറിജിൻ എന്താടാ? 0 0 അല്ലേ? അപ്പോൾ 0,0 എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് നമുക്ക് ആദ്യം കൊടുക്കാം. 0,0 എന്ന് പറയുന്ന ഒറിജിൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഒറിജിൻ കിട്ടി. ഇനി വേണ്ടത് യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 0. അപ്പം ഞാനിതാ ഇവിടെ സർക്കിളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ എ പോയിന്റ് കിട്ടും. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് കിട്ടും. അപ്പോൾ നമുക്ക് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് എടുത്താൽ മതി. എന്നിട്ട് സെൻറ്റർ വേണ്ടത് ഇവിടെ അല്ലേ? അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യാം. ആൻഡ് റേഡിയസ് എത്രയാണ് വേണ്ടത്? 1 അല്ലേ? അപ്പോൾ അതാ 1ഉം കൊടുക്കുക. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് സർക്കിൾ കിട്ടും. ഈ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഞാനിതൊന്ന് വലുതാക്കുന്നുണ്ട്, കാരണം നമുക്കിതെല്ലാം ഒന്നും കാണണമല്ലോ, വിസിബിൾ ആവണം. അതുകൊണ്ട് ഞാനിതൊന്ന് വലുതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂണിറ്റ് സർക്കിൾ കിട്ടി. ഇനി സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നതിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എ എന്ന് പറയുന്നൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നല്ലോ, ഇത് വേണ്ട കേട്ടോ. അത് വേറൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്ട് നമുക്ക് പറയാം. അപ്പോൾ നോക്ക്. പ്ലോട്ട് ദ പോയിന്റ് എ ഈക്വൽ ടു 1 0. ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് മിനിമം 0, മാക്സിമം 2π, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് 1 0 വേണം. പിന്നെ സ്ലൈഡർ സ്മോൾ ലെറ്റർ എ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 0 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഈ 1 0 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ആയിരിക്കും എന്നറിയോ? 1 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായാലും സർക്കിളായിരിക്കും. അതെന്തുകൊണ്ടാണ് സർക്കിളായിരിക്കും എന്ന് പറയാൻ കാരണം? നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് 1 അല്ലേ?
10 എന്ന് പറഞ്ഞ പോയിന്റ് ഇത് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എൻ്റർ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടി. ബുദ്ധിമുട്ടില്ല. ഇനി സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലൈഡറിൻ്റെ പേര് എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിനിമം 0 ആണ്. അപ്പോൾ മിനിമം 0. മാക്സിമം നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞത് 2π. അപ്പോൾ നിങ്ങൾ മാക്സിമം 2π അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കും? 2π ആണെങ്കിൽ സ്മോൾ ലെറ്റർ PI എന്ന് അടിച്ചാൽ മതി. PI ആട്ടോ, പൈ. ഓക്കെ. ഇൻക്രിമെൻറ്റ് 0. അപ്പോൾ അവിടെ 2π എന്ന് വന്നിട്ടുണ്ട്. 0.1 അല്ലേ ഇൻക്രിമെൻറ്റ് പറഞ്ഞത്? 0.1 ഇൻക്രിമെൻറ്റും കൊടുത്തു. 0.01 ആയിരുന്നു ഇൻക്രിമെൻറ്റ്. 0.1. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ, യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് P ഈക്വൽ ടു റൊട്ടേറ്റ് എ സ്മോൾ ലെറ്റർ A 0 പ്ലോട്ട് ദ പോയിന്റ് P ഓൺ ദ സർക്കിൾ. അപ്പോൾ ഈ റൊട്ടേറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് P എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൽ ഡ്രോ ചെയ്യണം. അതെങ്ങനെയാണെന്നല്ലേ? അതായത് A എന്ന് പറയുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് റൊട്ടേറ്റ് എന്ന് കാണുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ഐഡിയ കിട്ടും. AO ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ A എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ഈ A കൊടുക്കുന്നത് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്ന ആംഗിൾ ആണ്. അതും പറഞ്ഞുതരാം. ആൻഡ് നോക്കിക്കോ, നമ്മൾ നമ്മുടെ ജിയോജിബ്ര എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. P എന്ന് പറയുന്നത് ക്യാപിറ്റൽ P തന്നെ കൊടുക്കുക കേട്ടോ. P ഈസ് ഈക്വൽ ടു നിങ്ങൾ റൊട്ടേറ്റ് എന്ന് അടിക്കുക. റൊട്ടേറ്റ് എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്ക്, ഒബ്ജക്റ്റും വേണം, ആംഗിളും വേണം, ആക്സിസ് ഓഫ് റൊട്ടേഷനും. ഇത് മൂന്നുള്ള ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ല, പോയിന്റ്. ഇത് മൂന്നുള്ള രണ്ടാമത്തതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് വേണം, ആംഗിൾ വേണം, പോയിന്റ് വേണം. എവിടുന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ A. അപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോയിന്റാ. ആംഗിൾ സ്മോൾ ലെറ്റർ A, ഇൻക്രിമെന്റ് നമ്മൾ കൊടുത്ത സ്ലൈഡർ ഇല്ലേ അത്, ആൻഡ് O എന്ന് പറയുന്നത് ഒറിജിൻ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ജിയോജിബ്ര എടുത്തിട്ട്, ജിയോജിബ്ര എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ആളെ. ആംഗിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്ലൈഡർ A ആണ് കേട്ടോ. സ്ലൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്തിനാ? അത് ആംഗിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ A ആണ്. ഓക്കെ. ആൻഡ് പോയിന്റ് ഒറിജിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുക. സോ ഒറിജിൻ. ഇത്രയും കാര്യം കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തത് കണ്ടോ? അങ്ങനെയാണ് P എന്ന് പറയുന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഇൻപുട്ട് കമാൻഡ് എന്താണോ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പം ഞാനിതാ അവിടെ ഓക്കെ അടിക്കുമ്പോൾ എനിക്ക് P എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. നോ പ്രോബ്ലം. ഇത്രയുള്ളൂ പരിപാടി. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇനി എന്താണോ പറയുന്നത് അത് നോക്കാം. അപ്പോൾ അതും വരച്ചു. ജോയിൻറ്റ് O ആൻഡ് P യൂസിങ് ലൈൻ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി സ്ലൈഡർ A. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. Oയും Pയും കണക്ട് ചെയ്യും, അതേപോലെ Aക്ക് ഒരു ഇൻപുട്ട് ബോക്സും, സ്ലൈഡർ Aക്ക് ഒരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആദ്യം ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ? ലൈൻ എടുക്കുക. ലൈനിൽ സെഗ്മെൻറ്റ് കാണാം നിങ്ങൾക്ക്. സെഗ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ Oയിൽ ക്ലിക്ക് ചെയ്യുക, അതേപോലെ Pയിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OP ജോയിൻ്റ് ആവും. ഇനി നോക്കിക്കേ, OP ജോയിൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ A നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ആംഗിൾ മാറുന്നത് കാണാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ മാറും കേട്ടോ. ഈ ലാസ്റ്റ് നമ്മൾ Aയുടെ വാല്യൂ എടുത്തത് 2π. 2π എന്ന് പറഞ്ഞാൽ 6.28. 6.28 എന്ന് പറഞ്ഞാൽ 2π. അപ്പോൾ 2π എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി വരും. റേഡിയനിലല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയും. അത് നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ഇങ്ങനെ മാറുന്നത് കാണാം. A എന്ന് പറയുന്ന ആംഗിളാണ് മാറുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആംഗിളിൻ്റെ വാല്യൂം കാണാം, 0.17 നോക്കാം. അത് റേഡിയനിലാണ് തന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളോട് പറഞ്ഞത് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. ആർക്കാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്ലൈഡറിനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലൈഡർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ക്യാപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. നമുക്ക് സ്ലൈഡർ A അല്ലേ നമ്മുടെ സ്ലൈഡർ, സ്മോൾ ലെറ്റർ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നോക്ക്, ഒരു ഇൻപുട്ട് ബോക്സ് സ്ലൈഡറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്ലൈഡറിൻ്റെ വാല്യൂസ് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്താൽ മതി. ഇനി ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ സൂം ഔട്ട് ചെയ്തതാണ്. സൂം ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്തുകൊണ്ട് തന്നെ എടുക്കാം. കാരണം നമുക്കത് ഭയങ്കരമായിട്ട് വിസിബിൾ ആകണം. എന്നാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വിസിബിൾ ആകണം എന്നുള്ളത് കൊണ്ട് ഞാനത് സൂം ഇൻ ചെയ്യാം. ഓക്കെ, റെഡി. ഇങ്ങനെ നിൽക്കട്ടെ. ഇനി എന്താണ് പറഞ്ഞത് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, നമ്മൾ തിയററ്റിക്കൽ സാധനം ഞാൻ നിങ്ങൾക്ക് നല്ലതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് തിയറി കൺസെപ്റ്റ്. ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ടിവിറ്റി നമ്പർ 1 ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇതിലുള്ള ഏതൊരു യൂണിറ്റ് സർക്കിളിലുള്ള പോയിന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ എടുത്ത P.
അപ്പോൾ ആ പോയിന്റിലുള്ള ഏതൊരു എക്സ് കോർഡിനേറ്റും കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ആദ്യത്തത് കോസ് തീറ്റ, രണ്ടാമത്തത് സൈൻ തീറ്റ ആണ്. അത് മറക്കരുത്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി എന്നിട്ട് ഇതാ നോക്കുക, നിങ്ങളുടെ ചോദ്യം അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഫോളോയിങ് വാല്യൂ ഓഫ് സൈൻ 3.7 യൂസിങ് ദിസ് അപ്ലെറ്റ് ഓൾസോ ഫൈൻഡ് ദ വാല്യൂ. ഈ അപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് സൈൻ 3.7ൻ്റെ വാല്യൂ കാണാനുള്ള ആ ഒരു മെത്തേഡ് എഴുതാനാണ് പറഞ്ഞത്, ഓൾസോ ഫൈൻ വാല്യൂ. അപ്പം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സൈൻ 3.7 ഈ എ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആംഗിൾ. ഈ എ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആംഗിൾ. സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ മാറുന്നത് കണ്ടോ? അപ്പോൾ എ 3.7 ആകുന്ന സമയത്ത് 3.7 3.6 3.7 എ 3.7 ആകുന്ന സമയത്തുള്ള വാല്യൂ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടെത്താനുള്ള മെത്തേഡ് ചോദിച്ചത്. നിങ്ങളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജിയോജിബ്ര അപ്ലെറ്റ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എഴുതുക. നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ സ്ലൈഡർ മൂവ് ചെയ്യുക എവിടെ വരെ? 3.7 വരെ. അത് നിങ്ങൾ ഇവിടെ മൂവ് ചെയ്താലും പ്രശ്നമില്ല. ഇവിടെ സ്ലൈഡറിൽ നമ്മളൊരു ഇൻപുട്ട് ബോക്സ് കൊടുത്തില്ലേ, ഇവിടെ ഡയറക്റ്റായിട്ട് 3.7 എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ദ വാല്യൂ ഓഫ് സ്ലൈഡർ ഇൻ ഇൻപുട്ട് ബോക്സ് ആസ് 3.7 എന്ന് കൊടുക്കുക. അപ്പോൾ 3.7 കൊടുക്കുമ്പോൾ ഈ ആംഗിൾ നിങ്ങൾക്ക് 3.7 റേഡിയൻ കിട്ടുന്നുണ്ട്. സൈൻ 3.7 റേഡിയൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആംഗിൾ അല്ല, ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പി -0.85 -0.53. വേണമെങ്കിൽ ഇവിടെ തന്നെ ഇത് വിസിബിൾ ആക്കട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഷോ ലേബലിൽ നെയിം ആൻഡ് വാല്യൂ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ നോക്കുക, ഞാൻ പറഞ്ഞത് ആദ്യത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തത് വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് സൈൻ തീറ്റയാണ്. നമ്മൾ കാണുന്നത് ഏത് ആംഗിളിൻ്റെതാടാ? 3.7. അപ്പോൾ ഈ ആംഗിൾ 3.7 റേഡിയൻ ആയിരിക്കും. അപ്പോൾ സൈൻ 3.7 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ -0.53. അതാണ് ആൻസർ, -0.53. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ സ്റ്റെപ്പുകളും പ്രൊസീജിയറൊക്കെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -0.53 ആണെന്ന് നിങ്ങൾ ആൻസറിൽ എഴുതുകയും വേണം. സൈൻ 3.7 ഈസ് ഈക്വൽ ടു -0.53. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നതാണ്, നോ റിസ്ക്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ആംഗിൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ടുള്ള സൈനോ കോസോ കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. കോർഡിനേറ്റ് നോക്കിയാൽ മതി. യൂണിറ്റ് സർക്കിളിലെ ഏതൊരു പോയിന്റിൻ്റെയും കോർഡിനേറ്റിൽ ആദ്യത്തത് കോസ് തീറ്റയും രണ്ടാമത്തത് സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സൈൻ 5 ആണ് ചോദിക്കുന്നതെങ്കിലോ നിങ്ങളുടെ ഇവിടുത്തെ സ്ലൈഡറിൽ പോയി 5 കൊടുക്കുക. അപ്പോൾ ആംഗിൾ 5 ആവും. 5 എന്ന് പറഞ്ഞാൽ 5 റേഡിയൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് യൂണിറ്റ് സർക്കിളിൽ കിട്ടും. ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് സൈൻ തീറ്റ, അത് വെച്ച് എഴുതിയാൽ മതി. ഓക്കെ, റെഡി. ഇനി ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് കോസ് -2.1. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് മെത്തേഡാണ് ആദ്യം വേണ്ടത്. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ. മിനിമം വാല്യൂ ഓഫ് സ്ലൈഡർ എ ഈസ് 0. ആൻസർ ദ ക്വസ്റ്റ്യൻ വിത്തൗട്ട് എഡിറ്റിംഗ് ദ സ്ലൈഡർ. അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? കോസ് -2.1 കാണാനാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജിയോജിബ്ര അപ്ലെറ്റ് ഒന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മിനിമം വാല്യൂ 0യും മാക്സിമം വാല്യൂ 2π, അതായത് 6.28 2 × 3.14, അതാണ് 6.28. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കോസ് -2.1 കാണാൻ പറഞ്ഞത്. ഇത് എഡിറ്റ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? നിങ്ങളെങ്ങനെ കണ്ടെത്തും? കോസ് -2.1 ഇവിടെ -2.1 എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സ്ലൈഡറിൽ ഇല്ല. ഇതാണ് എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് കോസ് -θ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നോക്ക്, കോസ് -θ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോസ് -θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ ആണ്. ഇനിയിപ്പോൾ നിങ്ങളോട് അതേ സാധനം തന്നെ കോസ് -θ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. ഇതേ സാധനം തന്നെ സൈൻ -2 എത്രയാണ് ചോദിച്ചതെങ്കിലും നിങ്ങൾ സെയിം മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. സൈൻ -θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ വേണ്ട കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൈൻ -θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ആണ്. അപ്പം ഞാൻ നോക്കിക്കേ, ഞാൻ മൗസ് കൊണ്ട് എഴുതുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് ഭയങ്കര നീറ്റ് അല്ലാത്തത്. അപ്പോൾ ഐഡിയ മനസ്സിലാക്കി വെക്കുക. സൈൻ -θ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ് കേട്ടോ. ഓക്കെ,
റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി സിമ്പിളാ. നിങ്ങളോട് ഇവിടെ ചോദിച്ചത് കോസ് മൈനസ് 2.1 അല്ലേ? കോസ് മൈനസ് 2.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആർക്ക് ഈക്വലാ? കോസ് മൈനസ് 2.1 ഈസ് ഈക്വൽ ടു കോസ് 2.1. കോസിൻ്റെ ഉള്ളിൽ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോസിൻ്റെ ആ മൈനസ് ഒഴിവാക്കിയിട്ട് ആ ആംഗിൾ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും. അതായത് കോസ് മൈനസ് 2.1 എന്ന് പറയുന്നത് കോസ് 2.1 ഈക്വലാ. സോ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 2.1 ടു ഗെറ്റ് ദ ആൻസർ ഓഫ് കോസ് മൈനസ് 2.1. സിമ്പിൾ. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇതെടുത്ത് നോക്കുക. കോസ് 2.1 എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. സ്ലൈഡറിൽ പോയിട്ട് 2.1 എന്ന് കൊടുത്ത് നോക്ക്. 2.1 കൊടുത്ത സമയത്ത് സ്ലൈഡറിൽ 2.1 ആയപ്പോൾ സമയത്ത് ഈ ആംഗിളാണ് ആക്ച്വലി 2.1 റേഡിയൻ. അപ്പോൾ കോസ് മൈനസ് 2.1 കോസ് 2.1 സെയിം അല്ലേ? ഇപ്പോൾ കോസ് 2.1 കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇതാ നോക്ക്, ആദ്യത്തത് എക്സ് കോർഡിനേറ്റ് അല്ലേ കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് അല്ലേ സൈൻ തീറ്റ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്ര നോക്ക്, മൈനസ് 0.5. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ഇതിൻ്റെ ആൻസർ വരിക മൈനസ് 0.5. ഇനി ഇതേ സാധനം ഉണ്ടല്ലോടാ, നിങ്ങളോട് സൈൻ മൈനസ് 2.1 ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് മൈനസ് സൈൻ 2.1. ആൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് സൈൻ 2.1 വാല്യൂ കിട്ടും. രണ്ടാമത്തത് 0.86 ആണ് സൈൻ 2.1 വാല്യൂ. അപ്പോൾ മൈനസ് സൈൻ 2.1 വാല്യൂ മൈനസ് 0.86. അങ്ങനെ എഴുതിയാൽ മതി. ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചോദിക്കാറുണ്ട്, ഇത് എക്സ്പെരിമെൻറ്റിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്ലൈഡറിൽ ഇല്ലാത്ത വാല്യൂ നമ്മൾ എഴുതുക. അതായത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും അധികം ഉണ്ടാവുക, അത് നമ്മൾ എഴുതുക നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി അടുത്തത്, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് tan 18. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഹിൻ. യു ക്യാൻ യൂസ് സ്യൂട്ടബിൾ ഇൻപുട്ട് ഫ്രം ദ ഫോളോയിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എടാ മക്കളെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടും? ടാൻ തീറ്റ കിട്ടും. ശരിയല്ലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് നമ്മുടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ടാൻ തീറ്റൻ്റെ വാല്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് ടാൻ തീറ്റ, ആ തീറ്റ എത്ര എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സൈനും കോസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്ത് കിട്ടും? ടാൻ കിട്ടൂലേ? അപ്പോൾ അത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സൈൻ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ആ പിയുടെ വൈ കോർഡിനേറ്റ് ആയിരിക്കും ആക്ച്വലി ആര്? നിങ്ങളുടെ സൈൻ എന്ന് പറയുന്നത്. ആൻഡ് ആ പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് നിങ്ങളുടെ കോസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക്, വൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ, എക്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എക്സ് കോർഡിനേറ്റ് ആരുടെ? പിയുടെ. അതുകൊണ്ടാണ് എക്സ് ഓഫ് പി എന്ന് എഴുതിയത്. അത് കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. അപ്പോൾ അതാ നോക്ക്, ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഏതാണെന്നറിയോ? വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാല്യൂ കാണാം. ആൻഡ് സിമ്പിൾ കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് 1.8 അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങളുടെ ജിയോജിബ്ര എടുക്കുക. എന്നിട്ട് ഇവിടെ പോയിട്ട് സ്ലൈഡറിൽ പോയിട്ട് അത് 1.8 ആക്കി കൊടുക്കുക. 1.8. ഓക്കെ, 1.8 കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ പി എന്ന് പറയുന്ന പോയിന്റ് കാണാമല്ലോ. ഇതാ നോക്ക്, കോസ് തീറ്റ മൈനസ് 0.23 സൈൻ തീറ്റ 0.97. നിങ്ങൾക്ക് ടാൻ തീറ്റയുടെ വാല്യൂ കാണണം. അപ്പോൾ നിങ്ങൾ ഇൻപുട്ട് പോയിട്ട് വളരെ സിമ്പിളായിട്ട് ഇത്ര മാത്രം അടിച്ചാൽ മതി. അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് പി ആണ്. നിങ്ങളുടെ പിയുടെ പി എന്ന് പറയുന്ന ക്യാപിറ്റൽ പി തന്നെ കൊടുക്കണേ. പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ആക്ച്വലി ആര്? സൈൻ തീറ്റ. സോറി, പിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ തീറ്റ, എക്സ് അല്ല കേട്ടോ. ഓക്കെ, വൈ ഓഫ് പി, പിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അല്ലേ വേണ്ടത്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് അല്ലേ ആരുടെ? പിയുടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന് അറിയോ? എക്സ് ഓഫ് പി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എക്സ് ഓഫ് പി. ഞാനിതൊന്ന് എൻ്റർ അടിച്ച് നോക്കാം, വാല്യൂ വരണം. വാല്യൂ വന്നു. അപ്പോൾ നോക്ക്, അതായത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ബി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ബ്ലൂ ബോക്സിൽ ബി ഈസ് ഈക്വൽ ടു വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി. വൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ സൈൻ പി, അതായത് പി എന്ന് പറയുന്ന പോയിന്റിന്റെ സൈൻ തീറ്റ ആൻഡ് എക്സ് ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്തപ്പോൾ ടാൻ തീറ്റ കിട്ടി. അതാണ് മൈനസ് 4.29. ഇത് വെച്ചിട്ട് അപ്പോൾ മൈനസ് 4.29 അത് നമ്മൾ ചെയ്തത് എങ്ങനെയാ? ആ പ്രൊസീജിയർ എങ്ങനെയാ? അത് കറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഇൻപുട്ട് ബോക്സ് പോയിട്ട് അതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഇൻപുട്ട് ബോക്സിൽ നിങ്ങൾ വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി അടിക്കുന്നു. ആൻഡ് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും നിങ്ങളുടെ ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തതിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ദെൻ മൈനസ് 4.29 അല്ലേ? അപ്പോൾ ദാ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 4.29. ഈ ആൻസറുകളൊക്കെ എഴുതി കൊടുക്കണം, ഇതിനൊക്കെ മാർക്കുണ്ട്. ഇനി ഉണ്ടല്ലോ, ഇനി ഇതാ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിങ്ങനെ അല്ലാതെ
ടാൻ തീറ്റ അല്ലാതെ ടാൻ 1.8 അല്ലാതെ കോട്ട് 1.8 ചോദിച്ചാലോ? കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈന. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. സി എക്സ് കോർഡിനേറ്റ് കോസ്, വൈ കോർഡിനേറ്റ് സൈന്. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് സീക്ക് 1.8 ആണെങ്കിലോ? 1.8 കൊണ്ടുപോയി ആദ്യം സ്ലൈഡർ വെച്ചിട്ട് നിങ്ങൾ ആ 1.8 പി എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണെന്ന് കണ്ടെത്തി വെക്കണം. എന്നിട്ട് സീക്കാണ് ചോദിക്കുന്നതെങ്കിൽ 1/കോസാ. അപ്പോൾ 1/കോസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എക്സ് കോർഡിനേറ്റ്, അപ്പോൾ 1/x ചെയ്താൽ മതി. കൊസീക്കാണ് ചോദിക്കുന്നതെങ്കിൽ 1/സൈന്, അപ്പോൾ 1/y ചെയ്താൽ മതി. ഇതൊക്കെ കറക്റ്റ് ഇൻപുട്ട് ബോക്സിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഏതാണോ ആംഗിൾ, ആ ആംഗിൾ നിങ്ങൾ സ്ലൈഡറിൽ അവിടെ ഇൻപുട്ട് ബോക്സ് കൊടുത്തുകൊണ്ട് വെക്കണം. എന്നിട്ട് കിട്ടുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ആ പീനെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, ആ കാര്യം ഐഡിയ ക്ലിയർ ആക്കി വെക്കുക. സിമ്പിൾ അല്ലേ? വെരി ഈസി. അത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് വേറെ രീതിയിലൊക്കെ ചോദിക്കാം. ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ രീതികളാണ് കൊസീക്ക്, സീക്ക്, കോട്ടൊക്കെ ചോദിക്കാം. ആൻസർ ചെയ്യുക. ആൻഡ് അടുത്ത് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് സൈൻ എക്സ്? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ വരാൻ ചാൻസ് ഉള്ള പോയിന്റ് ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കും? നിങ്ങളൊരു ആംഗിൾ എടുത്താൽ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൈൻ വാല്യൂ ഉണ്ടാവും. അതായത് 0 എടുത്തിട്ടുണ്ടെങ്കിൽ 0യുടെ സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ sin 0 0 90 എടുത്താൽ sin 90 1. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആംഗിൾസ് ആണ് എ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ എ ആണ് ആദ്യം വരിക എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ല. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആംഗിളും ആ ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലേ വരയ്ക്കുക. സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആംഗിള്, പിന്നെ നമ്മൾ അടുത്ത് എഴുതുക സൈൻ ഓഫ് ദാറ്റ് ആംഗിളാ. സൈൻ ഓഫ് ആ ആംഗിളല്ലേ ഏതടാ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഒരു ആംഗിള്, എന്നിട്ട് അതിൻ്റെ സൈന്. ഇതല്ലേ നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് ആ കോർഡിനേറ്റുകൾ കണക്ട് ചെയ്യുന്ന ആ പോയിന്റ്സുകൾ വെച്ചിട്ടല്ലേ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആംഗിൾ ആദ്യം എഴുതും, രണ്ടാമത്തത് സൈനും എഴുതും. ഏതിൽ? ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സൈനിൻ്റെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ റഫാണ് കേട്ടോ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാനിതാ നോക്ക്, ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈൻ തീറ്റയും, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ തീറ്റ അല്ല, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിളും, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്പം എന്താ കിട്ടേണ്ടത്? സൈൻ ഓഫ് ദാറ്റ് ആംഗിളും ആയിരിക്കും. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതാ നോക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പി എന്ന് പറയുന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ തീറ്റ, എക്സ് കോർഡിനേറ്റ് ആണ് കോസ് തീറ്റ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം വരുന്നത് ഓക്കെ ആംഗിൾ, രണ്ടാമത് വരുന്നത് സൈൻ ആയിരിക്കണ്ടേ, സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ ആയിരിക്കണ്ടേ. അപ്പം നിങ്ങൾ ഇവിടെ ഗ്രാഫിലെ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയത് എ വൈ ഓഫ് പി ആണ്. എ എക്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇത് കോസ് എക്സിൻ്റെ ഗ്രാഫായി പോകും. എ 1/y ഓഫ് പി എന്ന് പറഞ്ഞാൽ 1/y ഓഫ് പി, വൈ ഓഫ് പി സൈൻ അല്ലേ, 1/y എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊസീക്ക് ആയിരിക്കും. അപ്പോൾ ഇത് കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫിലെ പോയിന്റ് ആയിരിക്കും. ഇതോ 1/x ആകുന്ന സമയത്ത് അത് 1/കോസ് സീക്ക്, ഇത് സീക്ക് എക്സിൻ്റെ ഗ്രാഫിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പ്ലോട്ട് ദ എബവ് പോയിന്റ്, trace it and draw the graph of sin x by animating the slider. ഇത് നമ്മുടെ മാനുവലിലുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളൊരു ഗ്രാഫിക്സ് 2 എന്ന് പറയുന്ന ഒരു വിൻഡോ കൂടി ഓപ്പൺ ചെയ്യണം. ആ ഗ്രാഫിക്സ് 2 ഓപ്പൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഗ്രാഫ് വരയ്ക്കുക, സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും സാധാരണ രീതിയിൽ ഉണ്ടാകാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യും, ഇതിലാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? ഇത് നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ ടാബ്, നമ്മുടെ ഗ്രാഫിക് വ്യൂ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ വ്യൂവിൽ പോവാം. വ്യൂവിൽ പോയിട്ട് ഇവിടെ ഗ്രാഫിക്സ് 2 അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ഗ്രാഫിക്സ് 2 കിട്ടി. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതാക്കുന്നു. ആൻഡ് ഇതിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗ്രാഫ് ആയിരിക്കും കേട്ടോ, ഗ്രാഫിക് വ്യൂ ആണ് കിട്ടുക. ഇത് സെലക്ട് ചെയ്താൽ ഇതിപ്പോൾ 2 സെലക്ട് ആയി. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഗ്രാഫിക് 1 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇതിപ്പോൾ ഞാൻ നോക്ക്, ഗ്രാഫിക് 1 ആണ് എൻ്റെ കയ്യിലുള്ളത്. 2 എണ്ണം ഉണ്ടല്ലേ. എന്നിട്ട് ഞാൻ ഇത് വേണമെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കാം. ഗ്രാഫിക് 2 റെഡി അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്കിത് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് താഴോട്ടൊക്കെ പിടിച്ച് നിൽക്കട്ടോ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ഗ്രാഫിക് 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് ഈ ഗ്രാഫിലേക്കാണ് പോവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സ്ലൈഡറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്ന് പറയുന്ന സ്ലൈഡറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്യേണ്ടത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് അവിടെ ഹിൻറ്റും തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് എ, അതായത് ആംഗിൾ, എക്സ് ആക്സിൽ ആംഗിൾ, കോമ. പിന്നെ കൊടുക്കേണ്ടത് വൈ ഓഫ് പി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വൈ ഓഫ് പി ആണ്. വൈ ഓഫ് ക്യാപിറ്റൽ പി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് മാത്രമേ കിട്ടും. അത് കിട്ടുന്നത് എവിടെ? അത് കിട്ടുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ ഗ്രാഫിക്സിലാണ്. അപ്പോൾ ഇവിടെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോയിന്റ് ഇതാ ഇവിടെ നോക്ക്, ബി ഈക്വൽ ടു 1.8 0.97 കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എ വൈ ഓഫ് പി എന്ന് പറയുന്ന പോയിന്റ്. എന്തുകൊണ്ടാണ് വൈ ഓഫ് പി എടുത്തത്? എടാ വൈ കോർഡിനേറ്റ് അല്ലേ, പിയുടെ വൈ കോർഡിനേറ്റ് അല്ലേ നിങ്ങളുടെ സൈന് വരിക. അതായത് റേഡിയൻ 1.8 ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ റേഡിയൻ 2 ആക്കി നോക്കാം. റേഡിയൻ 2 ആക്കി നോക്കിയ സമയത്ത് ഇതാ കറക്റ്റ് എക്സ് ആക്സിൽ റേഡിയൻ മെഷറാണ് എക്സ് ആക്സിൽ, അതായത് ആംഗിൾസ്. അപ്പോൾ സൈൻ്റെ വാല്യൂ നോക്ക് നിങ്ങൾ. സൈൻ്റെ വാല്യൂ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 0.91 ആണ് അല്ലേ? വൈ വാല്യൂസ് 0.91 ആണ്. അതായത് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 0.91 അതായിരിക്കും നിങ്ങളുടെ ഈ ഗ്രാഫിലെ സൈൻ എക്സിൻ്റെ വാല്യൂ. അത് വൈ എക്സിലാണ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അത്രയും നിൽക്കട്ടെ. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഈ പോയിന്റിന് പോയിട്ട് ട്രേസോൺ കൊടുത്തു. ഗ്രാഫ് വരയ്ക്കാനല്ലേ പറഞ്ഞത്. എന്നിട്ട് ട്രേസോൺ കൊടുത്തിട്ട് ഇത് ഞാൻ 0യിലേക്ക് എത്തിക്കുന്നുണ്ട്. 0യിലെത്തി. എന്നിട്ട് നിങ്ങളൊന്ന് ഈ പോയിന്റിന് കൊണ്ടുപോയിട്ട് ട്രേസോൺ, അപ്പോൾ അവിടെ അങ്ങനെ വന്നൊരു പാത്ത് കാണാം നിങ്ങൾക്ക്. ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ ഓൺ ആക്കി നോക്കും. ആനിമേഷൻ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മാജിക്ക് കാണാം. ദാ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ടോ? ഒരു വേവ് ലൈറ്റ് സ്ട്രക്ചറിലുള്ള ഗ്രാഫാണ് കിട്ടുന്നത്. ഇതാരുടെ ഗ്രാഫാ? സൈനെക്സിൻ്റെ ഗ്രാഫാ. നോക്കടാ, നോക്കിക്കേ, കറക്റ്റ് നോക്കിക്കേ. ഇതിപ്പോൾ 0യിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 0യിൽ തന്നെ കിട്ടും. 0യിലെത്തുന്ന സമയത്ത് ഇതാ 0യിൽ വന്നു. പിന്നെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയി 1 എത്തുമ്പോൾ 90 എത്തുമ്പോൾ 1 ആയി. ഇവിടെ വീണ്ടും 0 ആയി. ഇവിടെ എത്തുമ്പോൾ -1 ആവും. ഇതാ -1 ആയി. ആൻഡ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും 0 ആവും. ഇതാ 0 ആയി, തീർന്നു. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ആക്ച്വലി ഇത് പോവുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് സൈനെക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് സൈനെക്സിൻ്റെത്. ഇനിയിപ്പോൾ കോസെക്സിൻ്റെതാണെങ്കിലോ ചോദിക്കുന്നത്. കോസെക്സിൻ്റെ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്തു? കോസെക്സിൻ്റെ അത് ചോദിച്ചാൽ നിങ്ങൾ എ എക്സ് ഓഫ് പി എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനിയിപ്പോൾ ടാൻ എക്സിൻ്റെതാണ് ചോദിക്കുന്നതെങ്കിലോ, ടാൻ എക്സിൻ്റെ അത് ചോദിച്ചാൽ എ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ, എ കോമ വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി ചെയ്താൽ മതി. അപ്പം നമ്മൾ നേരത്തെ പോയിന്റിന് ആ സാധനം ചെയ്തതുപോലെ തന്നെ. അപ്പം നിങ്ങൾക്ക് എ വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് ഒരു കോർഡിനേറ്റ് നിങ്ങൾക്ക് ഗ്രാഫിക് 2ൽ കിട്ടും. എന്നിട്ട് അതിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ട്രേസോൺ ചെയ്യുക. ട്രേസോണൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. എന്നിട്ട് സ്ലൈഡറിനെ ആനിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ ഗ്രാഫ് കിട്ടും. ടാൻ എക്സിൻ്റെ അതൊക്കെ നല്ല രസം ആയിട്ട് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ടാൻ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്തെ സ്മോൾ ലെറ്റർ എ കോമ, പിന്നെ നമ്മൾ അടുത്തത് രണ്ടാമത് കൊടുക്കേണ്ടത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അപ്പോൾ അതാ വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി. അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, പോയിന്റ് വന്നു. അപ്പോൾ ഞാൻ ഇത് ഒഴിവാക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ പോയിന്റ് എവിടെ? നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ്. ദർ ഈസ് എ പ്രോബ്ലം. സി എന്ന് പറയുന്ന പോയിന്റ് ഗ്രാഫിക്സ് ഇതിലാണ് വന്നത്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ടു. ഞാനേ ഇതിൽ തന്നെ ഇപ്പം ഗ്രാഫിക്സ് 2 ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇൻപുട്ട് കൊടുത്താൽ ഇതിൽ തന്നെ വരിക. ഓക്കെ, അപ്പോൾ എ കോമ നമ്മൾ ചെയ്തതിലുള്ളൊരു മിസ്റ്റേക്ക് കേട്ടോ. അത് കറക്റ്റ് മനസ്സിലാക്കണേ. ഗ്രാഫിക്സ് 2 സെലക്ട് ചെയ്താലേ അതിലേക്കുള്ള ഇൻപുട്ടായിട്ട് പോകും, അല്ലെങ്കിൽ 1ലേക്കുള്ളതാണ് പോവുക. അപ്പോൾ നമ്മൾ വൈ ഓഫ് പി ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് പി. ഓക്കെ, അപ്പോൾ പോയിന്റ് അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയിന്റ് അവിടെ ഉണ്ട്. ഇനി ഇതാ ഇതിനൊന്ന് നിങ്ങൾ ട്രേസോൺ കൊടുത്തു നോക്ക്. ഇതിനൊന്ന് ട്രേസോൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്ക്. ആനിമേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആനിമേഷൻ ഓൺ ആക്കി നോക്കാം.
അപ്പോൾ നമ്മൾ 0 to 2π വരെ മാത്രമേ എന്ത് കൊടുത്തിട്ടുള്ളൂ, നമ്മുടെ ലിമിറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ tan xൻ്റെ ഗ്രാഫ് ഇത്ര മാത്രമേ നിങ്ങൾക്ക് കിട്ടും. 0 to 2π വരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രമേ കിട്ടും. tan xൻ്റെ ഗ്രാഫ് ഏകദേശം പോകുന്ന ഈ ഒരു സ്ട്രക്ചറിലാണ്. നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാണ് tan xൻ്റെ ഗ്രാഫ് പോവുക, ഇങ്ങനെ. ഇനി നിങ്ങൾ ഇത് സ്ലൈഡറിൽ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കിട്ടും. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നിങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടും. ഇതിപ്പോൾ tan xൻ്റെതാണ് വരച്ചത്, sin x ഉം tan x ഇപ്പോൾ ഒന്നിലായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഐഡിയ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗ്രാഫുകളും വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഏത് ട്രിഗണോമെട്രിക് ഗ്രാഫുകൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു നമ്മുടെ നാലാമത്തെ ലാബായുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, ബൈ.